ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യാനായിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഇനി ഇങ്ങോട്ടത്തേക്കൊരു യാത്രയില്ല ഗൈസ്. 4 വർഷം പോയ പോക്കേ. ഹേ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ് ഗൈസ്. അപ്പം ഞാൻ വാഗമണ്ണിൽ നിന്നൊക്കെ എത്തിയിട്ട് നൈസായിട്ട് നമ്മൾ പാക്കൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 330 ഗൈസ് ഇനിയിപ്പോൾ ഒത്തിരി മിസ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പം ഗൈസ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് ഒരു കിഡിലൻ ടൈം ലാപ്സിലും കണ്ടാലോ. എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം ഈ 2 ബാഗാണ് കൊണ്ടുപോകാനായിട്ടുള്ള പരിപാടി ഗീസ്. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലെ ഫുഡ് സെർവ് ചെയ്യുന്ന ചേട്ടനെയൊക്കെ ഒന്ന് കണ്ട് യാത്ര പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആ ചേട്ടനെ കണ്ട് യാത്ര പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മളെ ബിബിൻ ചേട്ടൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ് ഗീസ്. അപ്പം ലാസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഹോസ്റ്റലിലോട്ട് നോക്കി ഗീസ്, സെൻറ് തോമസ് ഹോസ്റ്റലിൽ. അപ്പം നമ്മൾ എന്തായാലും ഇവിടുന്ന് പോവാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് കാറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഗീസ്. അപ്പോൾ അതിൽ കയറി നേരെ നമ്മൾ പാലയിലേക്ക് പോയി. അങ്ങനെ അവിടെ നിന്ന് ബസ് കയറിയിട്ടുണ്ടായിരുന്നു ഗീസ്, നേരെ കോട്ടയത്തേക്ക്. അങ്ങനെ കുറച്ച് നേരത്തെ യാത്ര ശേഷം നമ്മൾ കോട്ടയം എത്തിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ലഗേജ് ഉണ്ടായിരുന്നു ഗീസ്. എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ പോലും പറ്റുന്നില്ല. ഇവിടുന്ന് ട്രെയിനാണ് ഗീസ് പോകുന്നത്. നേരെ ഇന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കിഡിലൊരു മിറന്റെ അടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. മിറന്റെ അടിച്ചപ്പോഴത്തേക്കാണ് ലിപ്പൊക്കെ ലിപ്സ്റ്റിക് കിട്ടണ കൈപ്പോയി. അങ്ങനെ അവിടുന്ന് ട്രെയിനൊക്കെ കയറി നമ്മളെ സ്റ്റേഷനായിട്ടുള്ള പരൂർ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്നെ കാത്ത് മമ്മി വന്ന് നിൽപ്പുണ്ടായിരുന്നു. മമ്മീനെ കണ്ടപ്പോഴാണ് ഗൈസ് ആശ്വാസമായത്. അപ്പം ഇനി നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.